അപ്പോൾ അത്തരത്തിലൊരു തനിയാവർത്തനം പോലെ അല്ലെങ്കിൽ അത്തരത്തിലൊരു പുതിയ കാലത്തെ ഒരു ശക്തിയായി വിജയും തൃഷയും അവരുടെ പാർട്ടിയും ഒന്നാകെ വളർന്നു വരുമെന്നുള്ള പ്രതീക്ഷ അവിടെ നിൽക്കുന്നു. അപ്പോൾ തന്നെ മറ്റൊന്നുള്ളത് രജനികാന്തിനെ പോലുള്ള വലിയ സൂപ്പർ സ്റ്റാർ കേരളത്തിലും ഇന്ത്യയിലും തമിഴ്നാട്ടിലുമൊക്കെ ലോകത്തെങ്ങും പേരുള്ള തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാർ രജനികാന്ത്, അതുപോലെ തന്നെ കമലഹാസൻ, ഇവരൊക്കെ വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു സ്വപ്നമാണ് വിജയ് യാഥാർത്ഥ്യമാക്കുന്നത്. രജനികാന്ത് DMKയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചില വിമർശനങ്ങളൊക്കെ ഉയർത്തിയത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വളരെയേറെ വിവാദത്തിൽപ്പെട്ടിരുന്നു. പക്ഷേ വിജയ് ഒന്നിനെയും കൂസാതെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വിജയത്തിലേക്ക് അടുക്കുകയാണ്, അല്ലെങ്കിൽ ഈ പാർട്ടി വളരെ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ വേരുറപ്പിക്കുന്ന തരത്തിലേക്ക് വളരുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ അവരുടെ വിജയ് മണ്ഡലങ്ങൾ, വിജയ് ഫാൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മകൾ ഇപ്പോൾ വളരെ ദ്രുതഗതിയിൽ കൂട്ടായി ആലോചിക്കുന്നത്. അവരുടെ മുന്നിലേക്ക് വിജയിയുടെ ഒരു നിർദ്ദേശം, ഒരു ശബ്ദ നിർദ്ദേശം തന്നെ വരുമെന്നുള്ള ഉറപ്പിലാണ് അവർ കാത്തിരിക്കുന്നത്. അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിലും വോട്ടിലുമൊക്കെ ഒരു ചെറിയ തോതിൽ, ചെറുതല്ലാത്ത തരത്തിലൊരു സ്വാധീനം ചെലുത്തുമെന്നും നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു.